ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ്, ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ, ഏറ്റവും മികച്ച നിരക്കിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ. പാതയോരത്ത് ദൃശ്യവിരുന്നൊരുക്കി സൂര്യകാന്തി പൂക്കൾ. പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിലെ ഉറവമ്പുറം GUP സ്കൂളിന് സമീപമാണ് സൂര്യകാന്തി ചെടികൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. നെന്മിലിലെ കാരാപ്പള്ളി ഉണ്ണിയാണ് വിത്ത് പാകി സൂര്യകാന്തി വിളയിച്ചതും അവയെ പരിപാലിക്കുന്നത്. നെന്മിനി സ്വദേശി കാരപ്പള്ളി ഉണ്ണി ആളൊരു പ്രകൃതി സ്നേഹിയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ റോഡിന് വീതി കൂട്ടുന്ന പ്രവൃത്തി നടന്നതോടെ ഒറവംപുറം GUP സ്കൂളിന് സമീപമുള്ള ഈ സ്ഥലം കാർഷിക വൃത്തിക്ക് പറ്റിയ ഇടമായി. മേലാറ്റൂരിലെ നഴ്സറിയിൽ നിന്ന് സൂര്യകാന്തിയുടെ വിത്തുകൾ വാങ്ങി. മാലിന്യ നിക്ഷേപകരുടെ ഇഷ്ടകേന്ദ്രമായ ഇവിടം വൃത്തിയാക്കാൻ ഉണ്ണി അല്പം പാടുപെട്ടു. പിന്നെ നിലമൊരുക്കി വിത്തിട്ടു. 4 കിലോമീറ്റർ അപ്പുറത്താണ് വീടെങ്കിലും നിത്യവും വന്ന് പരിപാലിക്കും. മഴയില്ലാത്തപ്പോൾ നനച്ചു കൊടുക്കാനുള്ള സൗകര്യവും ഒരുക്കി. പ്രദേശവാസിയായ കിഴക്കുംപറമ്പൻ ഹസന്റെ വീട്ടിൽ നിന്നാണ് ചെടികൾ നനയ്ക്കുന്നതിനുള്ള വെള്ളം എത്തുന്നത്. വിത്തിട്ട് 2 മാസങ്ങൾക്കിപ്പുറം പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ മനോഹരമായ കാഴ്ച തന്നെയാണ്. 400-ൽ പരം ചെടികളിലാണ് പൂക്കൾ വിടർന്നു നിൽക്കുന്നത്. ഇതുവഴി കടന്നു പോകുന്നവർ ഫോട്ടോ എടുക്കുന്നതിനും മറ്റും ഇവിടെ ഇറങ്ങാറുമുണ്ട്. വീടുകളും കെട്ടിടങ്ങളും നിർമ്മിച്ചു നൽകുന്ന കരാറുകാരനാണ് ഉണ്ണി. ജോലിക്കിടെ വീണു കിട്ടുന്ന സമയമാണ് സൂര്യകാന്തി പരിപാലനത്തിനായി ഉപയോഗിക്കുന്നത്. നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നട്ടതാണ്. ഇത് എവിടുന്നാണ് വിത്ത്? വിത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്. മേലാറ്റൂർ കടയിൽ നിന്ന് മേടിച്ചതാണ്. എത്ര ദിവസം കൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ വിടരാൻ തുടങ്ങിയത്? ഈ വിടരാൻ ഇപ്പോൾ ഒരാഴ്ചയായി വിടരാൻ തുടങ്ങിയത്. പിന്നെ സെപ്റ്റംബർ 15-ാം തീയതിയാണ് ആദ്യം നട്ടത്. അത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് കംപ്ലീറ്റ് പോയി. പിന്നെ അതിനുശേഷം സെപ്റ്റംബർ 25-ാം തീയതി വീണ്ടും നട്ടു. പിന്നെ അങ്ങനെ ഏകദേശം എത്ര തൈകളുണ്ട്? 300 തൈകൾ നട്ടു. പിന്നെ ഈ കാക്കുവിനോട് ചോദിച്ചു, കാക്കു വെള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതുവരെ നമ്മൾ തോട്ടിലൊക്കെ നനയ്ക്കായിരുന്നു. ഈ കാക്കുവിൻ്റെ വീട്ടിൽ നിന്നാണ് വെള്ള സൗകര്യമൊക്കെ. നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ നിലമ്പൂർക്കാർ വന്നിരുന്നു, കരുവാരൂരുകാർ വന്നിരുന്നു, പിന്നെ ചാത്തകുണ്ടോറും പോയ ആളുകൾ വന്നിരുന്നു. എന്നാലും ഇവിടെ തന്നെ നിൽക്കാൻ കാരണം റോഡ് ബ്ലോക്ക് ആവുകയാണ്. ചെയ്യാനും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കാരണം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ ഇത് വളരും. വളരും, നല്ല ഉഷാറായിട്ട് വളരും. ഇത് ഈ പ്രൗഢിയിൽ എത്ര കാലം നിൽക്കുന്നത്? ഈ പ്രൗഢിയിലൊരു 15 ദിവസം കൂടി എന്തായാലും ഉണ്ടാവും. 2 ആഴ്ച കൂടി ഈ വർണ്ണവസന്തം ഒറവംപുറത്ത് കാണാം. പാതയോരം സൗന്ദര്യവൽക്കരിച്ചതിനോടൊപ്പം മാലിന്യ നിക്ഷേപം ഇല്ലാതാക്കാനും ഈ പ്രവർത്തനത്തിലൂടെ ഉണ്ണിക്ക് സാധിച്ചു. അധ്വാനവും പണവും ചെലവഴിച്ചെങ്കിലും ആളുകൾക്ക് മനോഹര കാഴ്ച ഒരുക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ.